ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ചട്നിയുടെ റെസിപ്പി നോക്കാം. കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ഈ ഒരു ചട്നി മാത്രം മതി നമുക്ക് ചോറൊക്കെ ഉണ്ണാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. 10-12 ഉള്ളി എടുക്കുക, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, നല്ല പുളിയും അതുപോലെ ചെറിയ മധുരമൊക്കെ ഉള്ള വാളൻ പുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പൾപ്പെടുത്തത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി റെഡ് ചില്ലിയാണ്. നല്ല കളറൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുമന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഇട്ടാലും എരിവ് അത്രയ്ക്ക് വരില്ല. ആവശ്യത്തിന് പുളി, മുഴുവനും കൂടി ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, പുളി അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ആയാൽ മതി, വളരെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചട്നി റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത്രയുള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം, ചോറിനും യൂസ് ചെയ്യാം. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.